ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടി നിലമ്പൂരിൽ UDFന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അബ്ദുൽ നാസർ മാദനിയുടെ നേതൃത്വത്തിലുള്ള PDP LDFനെയും അനുകൂലിച്ചു. ഇതാണ് മണ്ഡലത്തിൽ പുതിയ വിവാദമായി കത്തിക്കയറുന്ന വിഷയം. വർഗീയതയ്ക്കെതിരായിട്ട് ഒരു അക്ഷരം മുണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തിയുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. മുസ്ലിം ലീഗാണ് ജമാഅത്തെ ഇസ്ലാമിയെയും മറ്റും UDFിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ. വർഗീയ ശക്തികളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ജമാഅത്തും SDPയും ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരാണ് ഇവരെ മുന്നണിക്കകത്ത് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. മുൻപ് LDFനെ പിന്തുണച്ചിരുന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതേതരമായിരുന്നു എന്ന ചോദ്യമുയർത്തി ഇടതിനെതിരെ തിരിച്ചടിക്കുകയാണ് UDF. CPMന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPMന് പിന്തുണ പിൻവലിച്ച് UDFന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. വെൽഫെയർ പാർട്ടി സ്വന്തം നിലയ്ക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചതെന്നും അതൊന്നും UDFന്റെ നയത്തെ ബാധിക്കില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി. വെൽഫെയർ ഇങ്ങോട്ട് PDP അങ്ങോട്ട്, അത് UDFന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയോ പോളിസിയോ ഒന്നും ബാധിക്കാൻ പോണില്ല. മാദനിയുമായി വേദി പങ്കിട്ടതുൾപ്പെടെ 2009 PDPയുമായുള്ള പരസ്യബന്ധം തിരിച്ചടിയായെന്ന് CPM വിലയിരുത്തിയതാണെങ്കിലും നിലവിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ അവരുടെ പിന്തുണയെ സ്വാഗതം ചെയ്യുന്ന നയമാണ് ഇടതുപക്ഷം എടുക്കുന്നത്. എന്നാൽ CPM വെൽഫെയർ പാർട്ടിയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ടെങ്കിലും ഇടതിന് പിന്തുണ നൽകിയ PDPയെ കോൺഗ്രസ് കടന്നാക്രമിക്കുന്നില്ല. അതിനിടെ വിഷയത്തിൽ CPMനും കോൺഗ്രസിനുമെതിരെ പ്രചാരണം ശക്തമാക്കുകയാണ് BJP. കലാപകാരികളെയും ഭീകരവാദികളെയും താലോലിക്കുന്ന സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. വർഗീയ ശക്തികളുടെയും മതഭീകരവാദ ശക്തികളുടെയും പിന്തുണയിലാണ് രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതിനിടെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെ AP വിഭാഗം സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SSFന്റെ മുഖമാരിക റിസാലയിൽ വിമർശനം വന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി രാഷ്ട്രീയം പയറ്റുന്ന UDFന് എങ്ങനെയാണ് സംഘപരിവാർ ആശയങ്ങളെ ചെറുക്കാനാവുകയെന്ന് ലേഖനം ചോദിക്കുന്നു. വാശിയേറിയ പോരാട്ടമായതിനാൽ ചെറുചലനങ്ങൾ പോലും ഫലത്തെ സ്വാധീനിക്കുമെന്ന് മുന്നണികൾക്ക് നന്നായി അറിയാം. ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും മണ്ഡലത്തിൽ വിവാദവും ആരോപണവും പ്രത്യാരോപണവും ഒക്കെയായി മാറുകയാണ്. PDP, വെൽഫെയർ പാർട്ടി തുടങ്ങിയ സംഘടനകളുടെ നിലപാടുകൾ ഏത് തലത്തിൽ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.